ഹലോ ഗൈസ്, അൽഹംദുലില്ലാ അങ്ങനെ മക്കേന്ന് ജുമയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മദീനേക്കാണ് വിട്ടു. പോണയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് നോമ്പർക്കുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി. നമ്മൾ പോണത് ബദർ യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ്. അവിടെ തന്നെ ഉസ്താദ് അതിന്റെ ക്ലാസ് തുടങ്ങി. അങ്ങനെ നോമ്പർക്കാറ്റ് മുമ്പ് നമ്മൾ അവിടെ എത്തി. ബദറിന്റെ തൊട്ടടുത്തുള്ള മനോഹരമായിട്ടുള്ള മസ്ജിദുൽ അരീഷ ടങ്ങളി കാണണേ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ബദർ ശുഹദാക്കളുടെ അടുത്ത് പോയി. അവിടുന്ന് ദുആക്ക് കഴിഞ്ഞ് വണ്ടി കയറിയപ്പോ തന്നെ നോമ്പർക്കാരായി. അങ്ങനെ നോമ്പർ എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. നമുക്ക് മസ്ജിദുൽ അരീഷിൽ നിന്ന് ഫുഡ് കിട്ടിയോണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കിട്ടിയ ഫുഡ് നമ്മളവിടെ കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ടാ നമ്മള് റോളേ പോണേ. ദജ്ജാൽ ഇറങ്ങി വന്നിട്ട് ആ വെള്ളക്കൊട്ടാരം ആരതാന്ന് ചോദിക്കത്രേ. അങ്ങനെ ദജ്ജാൽ ഇറങ്ങി വന്നെ മല ഉണ്ടാക്കാണ്ട് അങ്ങനെ നമ്മൾ റൂമിനോട് ഇറങ്ങി. കുറച്ച് സമയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ റൂമിന്റെ അവിടുന്ന് നമ്മൾ നേരെ റൗലേക്ക് ആണ്. അവിടുന്ന് 10 മിനിറ്റ് നടക്കാണ്ട് കേട്ടോ. ദാ കാണാണ് കവാടം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി പുണ്യ നബിയുടെ മണ്ണിലെത്തി. അൽഹംദുലില്ലാ. അപ്പൊ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ കമ്പനി ആയിട്ടാ. അവിടെ ചെന്നുകൊണ്ട് നമ്മൾ പള്ളിക്ക് ഒന്ന് ഫുള്ളൊന്ന് കറങ്ങി കണ്ടിട്ടാ. ഇതേപോലെ പള്ളിക്ക് 10-40 വാതിലുകളുണ്ട്. ഇനി നമ്മൾ പോണത് പുണ്യ നബിയെ കാണാനും സലാം പറയാനാണ്. ഞാൻ ഉള്ളിൽ കയറി നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നിട്ടാ. ഞാൻ അവസാനം നമ്മള് നബിന്റെ അടുത്തെത്തി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നബിയെ കണ്ടു, അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടു, ഉമർ റളിയല്ലാഹുവിനെ കണ്ടു. അപ്പോഴുള്ള സന്തോഷം അതൊരു വേറെ സന്തോഷം തന്നെയാണ്. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ഖിയാമുൽ ലൈൽ തുടങ്ങണത്. ഞാൻ അത് നിസ്കരിച്ചു. അവിടെ നമ്മൾ തസ്ബീഹ് നിസ്കരിച്ചു. അപ്പൊ തന്നെ നമുക്ക് റൗളയിൽ കയറാനുള്ള ടൈം ആയിരുന്നു. നുസ്ക് എന്നുള്ള ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ റൗള ഷെരീഫിന്റെ മിമ്പറിന്റെ ഇടയിൽ നിസ്കരിക്കാനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടും. അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉംറന്റെ കൂലി കിട്ടും. ടിക്കറ്റ് കിട്ടാൻ നല്ല പണിയാണ്. അങ്ങനെ നമ്മളേതായാലും ഉള്ളിൽ കയറി. ടിക്കറ്റ് നമുക്ക് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്കാനർ കിട്ടും. അവിടെ സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് പോലും കൊണ്ടുപോയിട്ടു. എന്നിട്ട് അവിടുന്നാണ് നമ്മൾ റൗളന്റെ അടുത്ത് പോവുക. നബി തങ്ങളുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. നമ്മളേതായാലും കുറെ നിസ്കരിച്ചിട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇവിടെ കയറാൻ നിശ്ചിതമായിട്ടുള്ള സമയം കിട്ടാം. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു ഒറ്റ ടൈമേ ഉള്ളൂ. ഞാൻ അതിന് വേണ്ടി കാത്തുക്കാണ് പോലെ. അങ്ങനെ നമ്മളെ അമ്മയും കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് മദീനോട് സലാം പറഞ്ഞിട്ട് നമ്മളവിടുന്ന് പോകുന്നു. ഇനി നമ്മൾ പോണത് നേരെ മസ്ജിദുൽ ഖിബ്ലത്തൈനിക്കാ. ഇവിടെ നിസ്കാരം നടക്കുമ്പോഴാണ് മസ്ജിദുൽ അഖ്സയിൽ കഅബയിലേക്ക് ഖിബ്ല മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. 2 ഖിബ്ലയും നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടാ. പള്ളിയൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് മദീനയിലുള്ള ഒരു ഈത്തപ്പഴ കമ്പനിക്കാട്ടെ നമ്മൾ നേരെ പോയത്. അവിടുന്ന് വേണ്ട ഒരു ഈത്തപ്പഴൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഉഹുദ് നടന്ന സ്ഥലത്തേക്ക്. തൊട്ടടുത്ത് തന്നെ മനോഹരമായിട്ടുള്ള മസ്ജിദ് ശുഹദാ നമുക്ക് കാണാൻ പറ്റൂട്ടാ. അങ്ങനെ ഉഹുദ് ശുഹദാക്കള് സിയാറത്തും ദുആക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോയി. കുറെ ആളുകൾ ഉഹുദ് മലമ കേറിക്കണൊക്കെ നമുക്ക് അവിടുന്ന് കാണാട്ടാ. ഹംസാ റളിയല്ലാഹുവിനൊക്കെ അന്ത്യം ഇറങ്ങുന്നത് ഇവിടെ ഉണ്ടാ. പള്ളിന്റെ സൈഡിലായിട്ട് ഇതുപോലുള്ള ഉഹുദിന്റെ മാപ്പ് നമുക്ക് കാണാൻ പറ്റൂട്ടാ. ഉഹുദൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വിട്ടത് മസ്ജിദുൽ ഖുബായിലേക്കാട്ടാ. നബിതങ്ങളുടെ മദീനയിലെ ആദ്യത്തെ പള്ളി. നബിതങ്ങൾ മദീനയിലെത്തിയപ്പോ ആദ്യമായിട്ട് നബിന്റെ ഒട്ടകം മുട്ടുകുത്തി സ്ഥലത്താട്ടപ്പോ മസ്ജിദുൽ ഖുബാ നിൽക്കണേ. ഇവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉംറന്റെ കൂലി കിട്ടുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല കിഡ്ഡലും പള്ളിയാണ്. ഉള്ളിക്കണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്ഡലൻ ആംബിയൻസും. ഏതായാലും നമ്മൾ അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് യാത്ര തിരിച്ചു. ഖുർആൻ പ്രസും കൂടി ഈ ഒരു യാത്രയിൽ നമുക്ക് ഇൻക്ലൂഡഡ് ചെയ്യുന്നുണ്ടാ. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ അത് അടച്ചിക്കുകയും. ഏതായാലും നമ്മൾ ഉംറി സിയാറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തിരിച്ചു. വരുമ്പോൾ ഓരോരുത്തരും വന്നിട്ട് പരിചയപ്പെടലുണ്ടായിരുന്നു. അങ്ങനെ റാഹത്തായിട്ട് നമ്മളെ ഉംറ കഴിഞ്ഞിട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലിട്ടാ. ബൈ.